നേരത്തെ പറഞ്ഞതുപോലെ വളരെ നീണ്ട നാളത്തെ ഒരു ആസൂത്രണം പ്രയത്നം ബി ജെ പിക്കുണ്ടായിരുന്നു. അത് 2 വർഷം മുമ്പേ തുടങ്ങിയതാണ്. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ആം ആദ്മിയുടെ പ്രമുഖ നേതാക്കളെ അടക്കം മുഖ്യമന്ത്രി അടക്കം ജയിലിലടയ്ക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു. അതിന് പിന്നാലെ നിരവധി പദ്ധതികൾ അവർ തയ്യാറാക്കി. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ബജറ്റിനെ പോലും ദില്ലി തെരഞ്ഞെടുപ്പിന് ഉപയോഗപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ദില്ലി ബജറ്റായിരുന്നു, ബീഹാർ ബജറ്റായിരുന്നു കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതെന്ന ആക്ഷേപം നിലനിൽക്കെ തന്നെയാണ് ആ ബജറ്റിന് 2 ദിവസം കഴിയുമ്പോൾ പത്രങ്ങളിലടക്കം പരസ്യം കൊടുക്കുകയാണ് മിഡിൽ ക്ലാസ്സിന് കരുത്തു പകരുന്ന തരത്തിൽ മിഡിൽ ക്ലാസ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബജറ്റാണെന്നുള്ളത്. ആം ആദ്മിയുടെ വലിയൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്ന മിഡിൽ ക്ലാസ്സാണ്. ആ മിഡിൽ ക്ലാസ്സിനെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾ, അതിനെ തടയിടാൻ ആം ആദ്മിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വശം. ഒപ്പം തന്നെ എന്താണോ ബി ജെ പി ആം ആദ്മിക്കെതിരെ പറഞ്ഞത് അതേ നിലപാടുകൾ തന്നെ കോൺഗ്രസും ആവർത്തിക്കുന്നു. ഇത് തന്നെ വലിയ അങ്കലാപ്പ് വോട്ടർമാർക്കിടയിൽ സൃഷ്ടിക്കപ്പെടുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ അടക്കം ഭിന്നിപ്പിക്കാൻ കോൺഗ്രസ് നിലപാടുകൾ ബി ജെ പിക്ക് സഹായകരമാകുകയും ചെയ്യുന്നു. ഇങ്ങനെ നിരവധി ഘടകങ്ങൾ. ഒരിക്കലും ഈ കോൺഗ്രസ് മാത്രം എടുത്ത നിലപാടല്ല, അല്ലാതെ തന്നെ വളരെ കൃത്യമായ ഒരു ആസൂത്രണം ബി ജെ പിക്ക് ഏത് വിധേനയും ദില്ലി ഭരണം പിടിക്കാൻ നടത്തിയ തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ, അതിൻ്റെ കൂടി വിജയമാണെന്ന് കൂടി പറയാം. ബി ജെ പിയുടെ വിജയം, ഒപ്പം ആം ആദ്മിയുടെ പരാജയവും. വിഷ്ണു. സിജു, തീർച്ചയായിട്ടും ഇത്തവണ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ അഭിമാന പോരാട്ടമായിരുന്നു. കാരണം മോദി സർക്കാർ 3ാം തവണയും അധികാരത്തിലെത്തുമ്പോൾ കഴിഞ്ഞ 2 തവണയും ബി ജെ പിക്ക് ദില്ലിയിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 3ാം തവണ മോദി അധികാരത്തിലെത്തുമ്പോൾ ദില്ലിയിൽ സർക്കാർ രൂപീകരിക്കുക എന്നുള്ളത് ബി ജെ പിക്ക് മുന്നിലെ വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 45% ദില്ലിയിൽ ഇത്തരത്തിൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മധ്യവർഗത്തിൻ്റെ വോട്ടുള്ളത്. ആ ഒരു മിഡിൽ ക്ലാസ്സിനെ സ്വാധീനിക്കുന്ന പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ബജറ്റിലടക്കം ഉൾപ്പെടുത്തുന്നു. പിന്നീടുള്ളത് കേന്ദ്ര സർക്കാർ ജീവനക്കാർ വളരെയധികം വോട്ടുള്ള ഒരു സ്ഥലമാണ് ദില്ലി എന്ന് പറയുന്നത്. അവിടെ ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ അടക്കം ആകർഷിക്കുന്നതിന് വേണ്ടി 8ാം പേ കമ്മീഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നു. അത്തരത്തിൽ ഈ മധ്യവർഗത്തിൻ്റെ അടക്കം വോട്ടുറപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത് ബി ജെ പി ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്തതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണാൻ കഴിയുന്നത്. ഇതിന് പുറമെയാണ് ആം ആദ്മിയെ സംബന്ധിച്ച് വലിയ ഒരു അഴിമതി ആരോപണം നേരിടുന്നു. അതിൽ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ആം ആദ്മി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ദില്ലി മദ്യനയ അഴിമതി, അത് ബി ജെ പി വളരെയധികം പ്രചരണത്തിന് ഉപയോഗിച്ച ഒരു കാര്യം തന്നെയാണ്. ഇതിന് പുറമെയാണ് ദില്ലി മുഖ്യമന്ത്രിയുടെ വസതി മോടി പിടിപ്പിച്ചതിലടക്കം വലിയ ആരോപണങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ തന്നെ ജനങ്ങളിലേക്ക് ഈ വിഷയങ്ങളൊക്കെ തന്നെ എത്തിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നതാണ് ഇപ്പോൾ ബി ജെ പി നേടിയ വിജയത്തിന് പിന്നിൽ. അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ള നിലപാടും ബി ജെ പിയെ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. 10ഓളം മണ്ഡലങ്ങളിൽ, അതായത് ആം ആദ്മിയുടെ VIP സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ മത്സരിച്ച 10ഓളം മണ്ഡലങ്ങളിൽ അത് കോൺഗ്രസ് അവിടെ വോട്ട് ഭിന്നിപ്പിച്ച് ആം ആദ്മിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിപ്പിച്ചത് കൊണ്ടാണ് ബി ജെ പിക്കുള്ള ഒരു ജയം അനായാസമാക്കി കൊടുക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഇവിടെ ന്യൂദില്ലി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെതിരെ കോൺഗ്രസ് രംഗത്തിറക്കിയത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിതിനെയാണ്. അത്തരത്തിൽ വലിയൊരു വോട്ടിൽ ആം ആദ്മിയുടെ വോട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നു. അത്തരത്തിൽ മനീഷ് സിസോദിയ മത്സരിച്ച ജംഗ്പുര മണ്ഡലത്തിലായാലും അതിഷി മത്സരിച്ച കൽക്കാജി മണ്ഡലത്തിലായാലും ഇത്തരം മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിയുകയും ചെയ്തു. അതും ബി ജെ പിയുടെ ഒരു ജയം അനായാസമാക്കിയിട്ടുണ്ട്. എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് 27 വർഷത്തിന് ശേഷമാണ് ദില്ലിയിൽ തിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി കൊണ്ടുവന്ന രാഷ്ട്രീയ പ്രേരിതമായ കേസ്, അത് കൃത്യമായി തന്നെ എക്സിക്യൂട്ട് ചെയ്ത് ആ തന്ത്രം വിജയിപ്പിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്ന് ഒരുപക്ഷെ വിലയിരുത്തേണ്ടി വരും. കാരണം ഈ തോറ്റ അധികായന്മാരെല്ലാം മനീഷ് സിസോദിയ, അരവിന്ദ് കെജ്രിവാൾ അടക്കം ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നവരാണ്, ആരോപണ വിധേയരാണ്. അതിന് ആക്കം കൂട്ടുന്നതായിരുന്നു ഒരുപക്ഷെ കോൺഗ്രസ് ആദ്യം മുതലെടുത്ത നിലപാടുകൾ. ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെ, മനീഷ് സിസോദിയ അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ അങ്ങനെ ജനങ്ങളിൽ വലിയൊരു അങ്കലാപ്പ്, ആശങ്ക, സംശയം സൃഷ്ടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മദ്യനയ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട്. അതുകൂടി ഈ നേതാക്കളുടെ പരാജയത്തിന് ഇടയാക്കിയെന്ന് പറയേണ്ടി വരുന്നുണ്ട്.
സിജു, തീർച്ചയായിട്ടും അത്തരം അഴിമതി ആരോപണം, പ്രത്യേകിച്ച് ഈ മദ്യനയ അഴിമതി ആരോപണം ആം ആദ്മിയെ തോൽവിയിലേക്ക് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്രത്തോളം പ്രചരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJPക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മദ്യനയ അഴിമതി കേസിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ പോകുന്നത് അരവിന്ദ് കെജ്രിവാൾ ആയാലും മനീഷ് സിസോദിയ ആയാലും ഇവരൊക്കെ തന്നെ ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ വെച്ചാണ് BJP വലിയ പ്രചരണം നടത്തുകയും ആ പ്രചരണം BJPക്ക് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് BJPയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ നിലപാടും BJPയെ സഹായിക്കുന്നത് തന്നെയാണ്. കാരണം ഈ മദ്യനയ അഴിമതിയിലൊക്കെ ആം ആദ്മി നേതാക്കളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന നിലപാട് കോൺഗ്രസും സ്വീകരിച്ചു. ഇതോടുകൂടി ഇവർ ഈ മദ്യനയ അഴിമതി കേസ് ജനങ്ങളിലേക്ക് വലിയ തോതിൽ ജനങ്ങളിലേക്ക് പ്രചരിക്കുകയും ചെയ്തു. അത് തന്നെയാണ് ഈ ഒരു തോൽവിയുടെ പിന്നിലെ പ്രധാന കാരണം എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന ഹസാരെ പറഞ്ഞ ഒരു വിമർശനമുണ്ട്. അതായത് പണക്കൊഴുപ്പിൽ കെജ്രിവാളിന് കണ്ണ് കാണാതായി, അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനം അന്ന ഹസാരയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. തുടക്കത്തിൽ കെജ്രിവാൾ ഈ ഒരു ആം ആദ്മി പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് തന്നെ അന്ന ഹസാരയ്ക്കൊപ്പം ലോക്പാൽ സമരത്തിൽ പങ്കെടുത്ത് തുടങ്ങിയ ആളാണ് കെജ്രിവാൾ. അവിടെ നിന്നാണ് ഈ ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്നതും അഴിമതിയെ തുടച്ചു നീക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി പിന്നീട് ദില്ലി ഭരണം പിടിക്കുന്നു. 3 തവണ ദില്ലിയിൽ അധികാരത്തിലെത്തുന്നു. പക്ഷേ അവിടെയും ഒരു അഴിമതി തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച ആ പാർട്ടിക്കെതിരെ, ആ ആൾക്കെതിരെ വലിയ അഴിമതി ആരോപണം നേരിടേണ്ടി വരുന്നു. അത്തരത്തിലൊരു അഴിമതി ആരോപണത്തെ തുടർന്ന് തന്നെ പടിയിറങ്ങേണ്ടി വരുന്നു. ഇതൊക്കെ തന്നെ BJP കൃത്യമായിട്ടുള്ള ഒരു പ്രചരണം നടത്തുകയും ആ BJP പ്രചരണത്തിന് കോൺഗ്രസ് സഹായിക്കുകയും ചെയ്തതാണ്. സിജു.